അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു ദിക്റുമായാണ്. കാരുണ്യവാനായ റബ്ബ് നമ്മോട് കരുണ കാണിക്കണമെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാകണം. അള്ളാഹുവുമായി നാം കൂടുതൽ അടുക്കണം. അള്ളാഹു നൽകുന്ന സമ്പത്തിൽ ദാനം നൽകുന്നവരാളായിരിക്കണം. എല്ലാവരും പറയുന്നത് പോലെ താൻ പാതി ദൈവം പാതി എന്ന ചൊല്ല് ഒരു അർത്ഥമുള്ള ചൊല്ലാണ്. കാരണം നാം അധ്വാനിക്കാതെ നമുക്കൊന്നും ഉണ്ടാകില്ല. നാം ചെയ്യാനുള്ളത് ചെയ്താൽ ബാക്കിയുള്ളത് കാരുണ്യവാനായ റബ്ബ് നമുക്ക് നൽകുന്നതാണ്. എല്ലാ നമസ്കാരങ്ങളും അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിച്ച് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുക. എന്താണോ നമുക്ക് വേണ്ടത് അത് രണ്ട് കൈയും നീട്ടി ചോദിക്കുക. ഇനി സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാരിദ്ര്യം എന്നിവ ഇല്ലാതിരിക്കാൻ നാം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ വാഖിഅ. എല്ലാ ദിവസവും നമസ്കാര ശേഷം ഈ സൂറത്ത് നിങ്ങൾ ഓതുക. കൂടാതെ എപ്പോഴും നിങ്ങൾ താഴെ പറയുന്ന ദിക്റിനെ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കാനുള്ള വഴികൾ സർവശക്തനായ റബ്ബ് നമുക്ക് തുറന്നു തരുന്നതാണ് ഇൻഷാ